Hello everyone, Lenus Bonsai Destination's ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാന്റ് ബുസേഡിയ ജോമെട്രിക് ട്രീ എന്ന് പറയും. അങ്ങനെ ഇത് ഇത്തിരി റയറായിട്ടുള്ള പ്ലാന്റാണ്, എക്സ്പെൻസീവ് പ്ലാന്റാണ്. ഇതൊരു 1500-2000 രൂപക്ക് ഒരു വർഷം മുമ്പ് വാങ്ങിച്ചാണ്. ഇപ്പോൾ ഇത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല, പ്രൂൺ ചെയ്തിട്ടില്ല, വയർ ചെയ്തിട്ടില്ല, ഒന്നും ഇതുമായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീവ്സ്, നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ്. ഇത് ബോൺസായിക്ക് വളരെ ആപ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷേ ഒരു കാര്യമാണ്, ഇത് അവൈലബിലിറ്റി ഇത്തിരി വളരെ കുറവാണ്. ചിലവരുടെയും മാത്രമേ ഇതുള്ളൂ. എനിക്ക് വേറൊരു പ്ലാന്റ് കൂടി എനിക്കുണ്ട്, 2 പ്ലാന്റ് ഉണ്ട്. ഇപ്പോൾ ഇതും കൂടി കൂട്ടി 2 പ്ലാന്റ് ഉണ്ട്. പിന്നെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഇതിൻ്റെ വിലയും കൂടുതലാണ്. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ ഇത് പ്രിഫർ ചെയ്യാത്തത്. പക്ഷേ ഇത് ഇത്തിരി പൈസ കൊടുത്താലും ഇത് ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ ബോൺസായ് എന്തൂസിയാസ്റ്റിന് വളരെ വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഫസ്റ്റ് ബ്രാഞ്ച് സെലക്ട് ചെയ്യുക, ഒന്ന് ഓവറോൾ പ്രൂൺ ചെയ്യുക. പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അധികം പ്രൂൺ ചെയ്യുന്നില്ല, ഇതിൻ്റെ ബ്രാഞ്ചസ് വിസിബിൾ ആക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്യുക. ബ്രാഞ്ച് സെലക്ട് ചെയ്ത് ബ്രാഞ്ച് ഷേപ്പിലോട്ട് കൊണ്ടുവരിക, അപ്പക്സ് ഫോം ചെയ്യുക, മെയിൻ ബ്രാഞ്ച് മുകളിലോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനെ ഡെൻസായിട്ട് ഇലകൾ ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ വിസിബിലിറ്റി നമ്മൾ ഏകദേശം ചില വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് അല്ല, ഓൾമോസ്റ്റ് ഒരു 75% എല്ലാം കൂടെ കളഞ്ഞിട്ട് വയർ ചെയ്യുന്നതാണ്. അത് അങ്ങനെയുള്ള ചില പ്ലാന്റുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ച് അധികമായിട്ട് എല്ലാവർക്കും അറിയാൻ പാടില്ല. എന്ന് വെച്ചാൽ അവൈലബിലിറ്റി ഓഫ് ദിസ് പ്ലാന്റ് ഈസ് വെരി റയറാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. വേറൊരു ഇതിലും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് എനിക്കുണ്ട്, ഒരു 4-5 വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് പിടിക്കാൻ എളുപ്പമാണ്, വേറെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ബ്രാഞ്ചസിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോട്ടല്ല, ഒരു 6 ആഗ് പോലെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈ ബ്രാഞ്ച് നമുക്ക് മെയിൻ ബ്രാഞ്ചസ് ഇതിപ്പോൾ വിസിബിൾ അല്ല, ഒന്നും കംപ്ലീറ്റ്ലി ഒരു ബ്രൂം സ്റ്റൈലിൽ കവറായിട്ടിരിക്കണേ. അപ്പോൾ ഇതൊന്ന് തെളിച്ചിട്ട് മെയിൻ ട്രക്ക് കണ്ട് ബാക്കിയുള്ള ബ്രാഞ്ചസിൻ്റെ ബിഗിനിങ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ബ്രാഞ്ച് സെലക്ട് ചെയ്ത് വയർ ചെയ്ത് ഷേപ്പിലോട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ആദ്യമേ നമ്മളിവിടെ ഒന്ന് ക്ലിയർ ആക്കണേ.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ അൺവാണ്ടഡ് ബ്രാഞ്ചസ് റിമൂവ് ചെയ്ത്, ബ്രാഞ്ച് സെലക്ട് ചെയ്ത്, ബ്രാഞ്ച് ഷേപ്പ് ചെയ്ത്, ബ്രാഞ്ച് പ്ലേസ്മെൻറ്റ് ചെയ്ത്, ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത് ട്രങ്ക് വിസിബിലിറ്റി, നല്ലൊരു ട്രങ്ക് ഫീച്ചറാണ് ഇതിൻ്റെ. ട്രങ്ക് വിസിബിലിറ്റി, ബ്രാഞ്ച്, ഫസ്റ്റ് ബ്രാഞ്ച്, സെക്കൻഡ് ബ്രാഞ്ച്, തേർഡ് ബ്രാഞ്ച്, ഇങ്ങനെ ഫസ്റ്റ് ബ്രാഞ്ച് റൈറ്റ്, ലെഫ്റ്റ്, ബാക്ക്, ഇങ്ങനെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നല്ലപോലെ ബ്രാഞ്ച് പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന പ്ലാന്റാണിത്, പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പ്ലാന്റ് ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ടൈം എടുത്താണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ ബോറടിക്കും. അതുകൊണ്ട് ഫിനിഷിങ് സ്റ്റേജിലോട്ട് വന്നേക്കണേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാ ബ്രാഞ്ചും അതുപോലെ പ്ലേസ് ചെയ്ത് ഡീസൻ്റായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ഇതുമായിട്ട് ചെയ്യാനില്ല. ചെയ്യുന്ന കാര്യങ്ങൾ പതുക്കെ ശ്രദ്ധിച്ച് എല്ലാം ചെയ്യുക. ആദ്യം തന്നെ ബ്രാഞ്ച് കട്ട് ചെയ്ത് കളയേ, അല്ലെങ്കിൽ നമ്മൾ അൺവാണ്ടഡ് ആണെന്ന് തോന്നിയേ ചെയ്തിട്ട് കാര്യമില്ല. ചില ബ്രാഞ്ചുകൾ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് തോന്നും, പക്ഷേ പ്ലാന്റ് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ആ ബ്രാഞ്ച് ചിലപ്പോൾ റിക്വയർഡ് ആണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു ഫസ്റ്റ് പ്രൂണിങ്ങും ഫസ്റ്റ് ഷേപ്പിങ്ങും ചെയ്യുമ്പോൾ ധൃതി പിടിച്ച് ഒരിക്കലും ചെയ്യരുത്. അതാണ് അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജും ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു ഷേപ്പും. ആദ്യമായിട്ട് നമ്മളൊരു പ്ലാന്റ്, ഇപ്പം ഞാനിത് വെരി ഫസ്റ്റ് ടൈം വയറിങ്ങും പ്രൂണിങ്ങും ചെയ്യണേ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു 1.5 കൊല്ലം വളർത്തിയൊരു പ്ലാന്റ്, ഒരു ചെറിയൊരു ഇത് കിട്ടിയത് വളർത്തി ഈ ഷേപ്പിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കിട്ടുമ്പോൾ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അപ്പം തന്നെ ഷേപ്പ് ചെയ്യാനും പിടിക്കാനും. പ്ലാന്റ് ലെറ്റ് ഇറ്റ് ഗ്രോ, അതിനെ വളർത്തി അതിന് ബ്രാഞ്ചുകൾ ആവശ്യത്തിന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ബ്രാഞ്ചുകൾ ധാരാളം പ്രൊഡ്യൂസ് ചെയ്ത് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരിക. ഇത് ഞാൻ അധികം ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. ആദ്യമേ കുറച്ച് ഇത് കണ്ട, ഇത് കുറച്ച് പ്ലാന്റുകൾ മാത്രം ആവശ്യമില്ലാത്ത മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അല്ലാതെ ഇതിനധികം ടോർച്ചർ ചെയ്ത് ഇതൊന്നും ചെയ്തിട്ടില്ല. ആവശ്യമുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്ത് വയർ ചെയ്ത് ഷേപ്പാക്കി വെച്ച്. ഇനി ഇതിനെ ഒന്നും ചെയ്യുന്നില്ല. ആവശ്യത്തിനുള്ള നല്ല വലിയ പോട്ടിൽ ആവശ്യത്തിന് ഇത് നിങ്ങൾക്ക് നോക്കിയറിയാം, നല്ല പോട്ടിംഗ് മിശ്രിതത്തിൽ ഫില്ലാക്കി വെച്ചിരിക്കുന്നത്. ഇനി കീപ്പോൺ വെള്ളം കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ പീരിയോഡിക് മെയിൻ്റനൻസ് അത്രയും ചെയ്താൽ മാത്രം മതി. ഇതിഞ്ഞ് വളർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചുകളും ഒന്നുകൂടി ഡെവലപ്പായി കഴിയുമ്പോൾ ഈ ബ്രാഞ്ചുകളൊക്കെ പിന്നെ നീളം വെച്ച് എല്ലാം ഹെൽത്തി ആയിട്ട് ഓവർ ഗ്രോത്ത് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇതൊന്നുകൂടി നമ്മൾ കോമ്പാക്ട് ചെയ്യും. കോമ്പാക്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, ഈ നല്ല ദൃഢമായിട്ടുള്ള ബലമായിട്ടുള്ള ബ്രാഞ്ചുകൾ അടുത്തടുത്ത് വരികയും ഈ പിന്നെ പ്ലാന്റ് മെച്യൂരിറ്റി തോന്നുകയും ചെയ്യും. ഇങ്ങനെ നീണ്ടു വലുതാക്കി കൊണ്ടുവന്നിട്ട് കാര്യമില്ല. പ്ലാന്റ് വലുതാക്കിയിട്ട് പിന്നെ ചെറുതാക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നും ഇനി ഇതിന് ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾക്കൊരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫസ്റ്റ് വയറിങ്, ഫസ്റ്റ് പ്രൂണിങ്, ഫസ്റ്റ് ഷേപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ. അപ്പോൾ ഒരു പാഡിങ് കൊടുക്കുക. ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യമേ മെയിൻ ട്രങ്കിൻ്റെ ഡീവിയേഷൻസ് മനസ്സിലാക്കുക. അതനുസരിച്ച് ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. ബ്രാഞ്ച് സെലക്ട് ചെയ്ത് ബ്രാഞ്ചിന് പാഡിങ് കൊടുക്കുക. പാഡിങ് കൊടുക്കുമ്പോൾ ആ ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ എല്ലാം കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞ് മൈലാഞ്ചി വെട്ടി വെച്ചേക്കുന്ന നമുക്ക് വെട്ടി വെക്കാൻ പാടില്ല. ആ പാഡിങ് കൊടുക്കുക, ഷേപ്പ് കൊടുക്കുക. പിന്നെ ഈ ബ്രാഞ്ചിൻ്റെ ഇതിൻ്റെ നമ്മുടെ ട്രങ്കിൻ്റെ മൂവ്മെൻറ്റും ബ്രാഞ്ചിൻ്റെ മൂവ്മെൻറ്റും മനസ്സിലാക്കണം. എന്നാലേ പ്ലാന്റിൻ്റെ ഭംഗി നമുക്ക് കിട്ടുള്ളൂ. ഇത്രയും ചെയ്യുക. നല്ലൊരു അപ്പെക്സ് ഫോം ചെയ്യുക. പിന്നെ ഒരു കോണിക്കൽ ഷേപ്പ്, ഈ ഷേപ്പ് മുകളിലോട്ട് കൊണ്ടുവരിക. താഴത്തെ ബ്രാഞ്ചും മുകളിലത്തെ ബ്രാഞ്ചും ഡിഫറെൻറ്റ് സൈസിലായിരിക്കണം മുകളിലോട്ട് വരേണ്ടത്. പിന്നെ ഒരു പോയിന്റിൽ നിന്ന് 2 ബ്രാഞ്ച് വരാൻ പാടില്ല. ഓപ്പോസിറ്റ് സൈഡ് ബ്രാഞ്ച് ഒരേ ലെവലിൽ നിൽക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ബ്രാഞ്ച് ടുവേഴ്സ് അസ് നേരെ മുന്നോട്ടൊരു ബ്രാഞ്ച് വരാൻ പാടില്ല. ഇങ്ങനെ ഒരു ബ്രാഞ്ച് വന്നു നിന്ന് കഴിഞ്ഞാൽ ബോറാണ്. ആ ട്രങ്കിനെ മുഴുവൻ അതിൻ്റെ വ്യൂ ഒബ്സ്ട്രക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ചെയ്ത് പഠിച്ച സാധനം ഡെവലപ്പ് ചെയ്യുക. അതിനെ എക്സ്ട്രീം ലെവലിലോട്ട് ആദ്യമേ കൊണ്ടുപോകാൻ നോക്കരുത്. ഇതൊരു 5-10 വർഷത്തെ പരിശ്രമം കൊണ്ട് മാത്രമേ ഒരു ബോൺസായുടെ ഫുള്ള് പിന്നെ ഫീച്ചേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പ്ലാന്റിന് ടോർച്ചർ ചെയ്തുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ചെയ്ത് ഇത്രയും മാത്രം കളഞ്ഞിട്ട് വെക്കുക. പിന്നെ 1 വർഷം അതിനെ വളർത്തുക. പിന്നെ എടുത്തിട്ട് വേണ്ട വിധത്തിൽ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ചില ബ്രാഞ്ചുകൾ കൂടുതൽ വളവും ഇതും ഒരിടത്തോട്ട് കിട്ടിക്കഴിയുമ്പോൾ ഡോമിനേറ്റ് ചെയ്ത് ഉയർന്ന് പോകും. അപ്പോൾ അതിന് വെറുതെ വിടരുത്. അതിന് ചോപ്പ് ചെയ്താൽ അല്ലെങ്കിൽ വെറുതെ ക്ലിപ്പ് ആൻഡ് ഗ്രോ മെത്തേഡിൽ അവനെ ചെറുതാക്കി വെക്കുക. അങ്ങനെ ഒരു ബ്രാഞ്ച് മാത്രം. ഇപ്പോൾ ഈ ഒരു ബ്രാഞ്ച് വളർന്നിങ്ങനെ നീണ്ടു വന്നു കഴിഞ്ഞാൽ അതിന് ചോപ്പ് ചെയ്ത് കളയാം. ഓവറോൾ നോക്കുമ്പോൾ അങ്ങനെ എപ്പോഴും എടുത്ത് പ്രൂൺ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് ബൈ ഫ്രം ലീനസ് ബോൺസായ് ഡെസ്റ്റിനേഷൻ.
താങ്ക് യു.